ചായക്കൊപ്പം നിങ്ങൾ പതിവായി ബിസ്ക്കറ്റ് കഴിക്കാറുണ്ടോ? കേക്കുകൾ, മധുരപാനീയങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവയേക്കാൾ അപകടകരമാണ് ബിസ്ക്കറ്റ് എന്ന് ലണ്ടനിലെ ഡോക്ടർ. ചായക്കൊപ്പം അമിതമായി ബിസ്ക്കറ്റുകൾ കഴിക്കുന്നത് ഒരു പ്രധാന ഭീഷണിയായിരിക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ മറ്റു മധുര പലഹാരങ്ങളെക്കാൾ ബിസ്ക്കറ്റ് കാരണമാകുമെന്നാണ് ഡോക്ടർ സുമിത് ശർമ്മ പറയുന്നത്. അവ പലപ്പോഴും നിരുപദ്രവകരമായി കാണപ്പെടുന്ന സ്നാക്സ് ആണെങ്കിലും രാവിലെയും വൈകുന്നേരവും കുടിക്കുന്ന ചായക്കൊപ്പം പതിവായി കഴിക്കുന്ന ബിസ്ക്കറ്റ് ശരീരത്തിൽ ദോഷകരമായി ബാധിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഇൻസുലിൻ പ്രതിരോധമുള്ള നൂറുകണക്കിന് രോഗികളുമായി സഹകരിച്ചതിന് ശേഷമാണ് ഇത് മനസ്സിലാക്കിയതെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നു. മെറ്റബോളിക് ആരോഗ്യത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഏറ്റവും സാധാരണമായ ലഘുഭക്ഷണം കേക്കുകളോ സ്പ്രൈറ്റ് പോലുള്ള പാനീയങ്ങളോ അല്ലെന്നും അത് ബിസ്ക്കറ്റുകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കോശങ്ങൾ ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ ഹോർമോൺ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഊർജ്ജത്തിനായി നിങ്ങളുടെ കോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് ബ്രെയിൻ ഫോഗ്, ക്ഷീണം, ശരീരഭാരം വർദ്ധിക്കുക, കൊഴുപ്പടിഞ്ഞുകൂടുക, ഒടുവിൽ ടൈപ്പ് 2 പ്രമേഹം എന്നിവയിലേക്ക് നയിക്കുമെന്ന് ഡോക്ടർ വിശദീകരിച്ചു. ചെറിയ ശീലങ്ങളാണെങ്കിലും അവ ആവർത്തിക്കുന്നതാണ് ഇതിന് കാരണമെന്ന് ഡോക്ടർ പറയുന്നു. നിങ്ങളുടെ ശരീരം എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്കുകൾക്ക് വിധേയമാകുന്നുവോ അത്രത്തോളം കാലക്രമേണ ഇൻസുലിൻ വർദ്ധിക്കും. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നു, ഡോക്ടർ സുമിത് ശർമ്മ കൂട്ടിച്ചേർത്തു. ബിസ്ക്കറ്റുകൾ മെറ്റബോളിക് ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിൽ ഭൂരിഭാഗവും പഞ്ചസാര, ശുദ്ധീകരിച്ച ഗോതമ്പ് മാവ്, വെജിറ്റേറിയൻ ഓയിൽ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുമെന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. ഒരു സാധാരണ ബിസ്ക്കറ്റിന് വൈറ്റ് ബ്രെഡിന് സമാനമായ ഗ്ലൈസമിക് പ്രതികരണമുണ്ട്, ഡോക്ടർ സുമിത് ശർമ്മ വിശദീകരിച്ചു. ചായയ്ക്കൊപ്പം 2 ബിസ്ക്കറ്റുകൾ കഴിച്ചാൽ 60-90 മിനിറ്റിനുള്ളിൽ ഇൻസുലിൻ വർദ്ധിക്കുകയും തുടർന്ന് ഗ്ലൂക്കോസ് കുറയുകയും 20-30 മിനിറ്റിനുള്ളിൽ ഗ്ലൂക്കോസ് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് വീണ്ടും വിശപ്പ് തോന്നിക്കുകയും മറ്റൊരു ബിസ്ക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പ്രശ്നം ബിസ്ക്കറ്റ് അല്ല, പക്ഷേ അത് ഒരു പാറ്റേൺ സൃഷ്ടിക്കുന്നു. രാവിലെ 3 ബിസ്ക്കറ്റ്, ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ചായയ്ക്കൊപ്പം 2, അത്താഴശേഷം കുറച്ച്, അങ്ങനെ ഡോക്ടർ പറയുന്നു. ബിസ്ക്കറ്റുകൾ പോലുള്ള അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങളിലെ കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവയുടെ സംയോജനം ഡോപ്പോമിൻ ഉത്തേജിപ്പിക്കുന്നുവെന്നും അതിനാൽ നിങ്ങൾ ഒരു ബിസ്ക്കറ്റിൽ നിർത്തില്ല, പകരം 3-4 കഴിക്കും. അത് നിങ്ങളുടെ വ്യക്തിപരമായ ബലഹീനതകളല്ല, അവ അമിതമായി കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും ക്രമേണ മെറ്റബോളിക് ആരോഗ്യത്തെ നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണെന്നും ഡോക്ടർ സുമിത് ശർമ്മ വിശദീകരിക്കുന്നുണ്ട്. ഭക്ഷണ രീതികൾ മെച്ചപ്പെടുത്തിയും ലഘുഭക്ഷണങ്ങളെ പുനഃക്രമീകരിച്ചും മെറ്റബോളിക് ആരോഗ്യവും ഇൻസുലിൻ പ്രതിരോധവും മെച്ചപ്പെടുത്താം. 4 ആഴ്ചത്തേക്ക് ബിസ്ക്കറ്റുകൾ ഉപേക്ഷിച്ച് അവയ്ക്ക് പകരം 20-30 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയ ലഘുഭക്ഷണങ്ങളായ വേവിച്ച മുട്ട, ചീസ്, ഗ്രീക്ക് യോഗട്ട് അല്ലെങ്കിൽ ബദാം എന്നിവ ഉപയോഗിക്കാം. ആദ്യ ആഴ്ചയിൽ ഉച്ചകഴിഞ്ഞുള്ള ഊർജ്ജക്കുറവ് കുറയും. 3-4 ആഴ്ചകൾക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലെ വിശപ്പ് കുറയും. 6-8 ആഴ്ചകൾക്കുള്ളിൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ മെച്ചപ്പെടും. 10-12 ആഴ്ചകൾക്കുള്ളിൽ മെറ്റബോളിക് പുരോഗതി പ്രകടമാകും. ലഘുഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നത് തമ്മിലുള്ള ഇടവേള കൂടുന്നത് ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനും സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മധുരം ഇഷ്ടമാണെങ്കിൽ 85% ഡാർക്ക് ചോക്ലേറ്റിൻ്റെ 1-2 കഷ്ണങ്ങളോ ഗ്രീക്ക് യോഗട്ടിനൊപ്പം പഴങ്ങളോ കഴിക്കുക. ഒരു ചെറിയ മാറ്റത്തിന് നിങ്ങളുടെ മെറ്റബോളിക് ആരോഗ്യത്തിൽ വലിയ വ്യത്യാസം വരുത്താൻ കഴിയുമെന്നാണ് ഡോക്ടർ ശർമ്മ പറയുന്നത്.